പ്രിയപ്പെട്ട പ്രേക്ഷകരെ 11 ജില്ലകൾ നമ്മൾ ഇതുവരെ ഓരോ ദിവസങ്ങളിലായി പരിശോധിച്ചു. ഇനി ബാക്കിയുള്ളത് 3 എണ്ണമാണ്. രജേഷ് രവീന്ദ്ര, എന്തായാലും കോഴിക്കോടും വയനാടും മലപ്പുറവും ബാക്കിയുള്ളപ്പോൾ നമുക്ക് ഇന്ന് കോഴിക്കോടും വയനാടും ഒന്നിച്ച് തന്നെ പരിശോധിക്കാം. കോഴിക്കോട്ടിന്റെ വയനാടിന്റെ സാധ്യതകൾ പരിശോധിക്കുകയാണ് നമ്മൾ. ഈ LDF-നും UDF-നും ഒരുപോലെ പ്രതീക്ഷ പങ്കുവയ്ക്കുന്ന ജില്ലയാണ് കോഴിക്കോട്. അതെ, തീർച്ചയായും ഇന്ന് ഇത്തവണത്തെ മത്സരവും അതുപോലെ തന്നെ ഇഞ്ചോടിഞ്ച് മത്സരമായിരിക്കും. നമുക്ക് നോക്കാം കോഴിക്കോട് ആർക്കൊപ്പം. രജേഷ് രവീന്ദ്ര, ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് എന്ന് വിശേഷിപ്പിക്കുമ്പോഴും UDF-നും കൃത്യമായ സ്വാധീനമുള്ള ഒരു സ്പേസ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ് കോഴിക്കോട് ജില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് കളത്തിൽ അത് നമ്മളിപ്പോൾ ഗ്രാഫ് വന്നിട്ടുണ്ട്, ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇടതുപക്ഷത്തിന് എന്നും കുറച്ചൊരു മേൽക്കൈ കോഴിക്കോടുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 13 സീറ്റുകളിൽ 11 LDF നേടി, 2 എണ്ണം UDF ജയിച്ചു. പക്ഷേ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിച്ചിട്ടില്ല. അത് കോൺഗ്രസിന് ഇപ്പോൾ മാത്രമല്ല സമീപകാലത്തൊന്നും കോൺഗ്രസിന് ജയിക്കാൻ പറ്റാത്തൊരു ജില്ലയായി കോഴിക്കോട് തുടരുകയാണ്. 2016 നമുക്ക് ഈ ഗ്രാഫിൽ കാണാം, കോഴിക്കോട് ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിന്നിരുന്നു. അന്നും LDF-ന് 11ഉം UDF-ന് 2 സീറ്റുകളായിരുന്നു. 2011-ൽ LDF-ന് 10ഉം UDF-ന് 3 സീറ്റുകളായിരുന്നു കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരുന്നത്. 2 പതിറ്റാണ്ടായി കോൺഗ്രസിന് ജില്ലയിൽ ജയിക്കാനാകുന്നില്ല എന്നതാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ഒരു ദുര്യോഗമായി തുടരുന്നത്. അത് മാറുമോ എന്നതാണ് കോൺഗ്രസ് ഇത്തവണ എന്തായാലും ഇടതുകോട്ടയിൽ വലിയൊരു പോരാട്ടം നടത്താൻ ഉറപ്പിച്ചു. രംഗത്തിറക്കിയുള്ള യുവ നേതാക്കളുണ്ട്. അർത്ഥത്തിൽ വലിയ ഒരു പോരാട്ടം കോൺഗ്രസ് നമുക്ക് കാര്യമായിട്ടൊന്ന് പരിശോധിച്ചാലോ? തീർച്ചയായും ഈ 13 മണ്ഡലങ്ങളും ആ രീതിയിൽ തന്നെ പരിശോധിക്കാം. എന്തായാലും നമുക്കറിയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ UDF മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു ജില്ല കൂടിയാണല്ലോ കോഴിക്കോട്. പാർലമെന്റിൽ തുടർച്ചയായിട്ട് UDF ജയിക്കുന്നത്. പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോഴത്തേനാണ് ഈ ഒരു ചെറിയ വോട്ടുകളാണെങ്കിൽ കൂടി MK രാഘവൻ അങ്ങനെ വിട്ടുകൊടുക്കാറില്ല. അപ്പൊ ഓരോ മണ്ഡലവും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിശദമായിട്ട് പരിശോധിക്കാം. രജേഷ് രവീന്ദ്ര, നമുക്ക് കോട്ടകളല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കോഴിക്കോടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു. ഒരു ചെറിയ വിഷയം പോലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. പല മണ്ഡലങ്ങളും മാറി മാറി വരുന്ന പ്രതിഭാസം കാണാം. ആദ്യം നമ്മൾ ഈ വടകരയിലേക്കാണ് പോകുന്നത്. വടകരയിൽ നമുക്ക് കാണാം KK രമ 7491 വോട്ടുകൾക്ക് ജയിച്ച സ്ഥലമാണ്. KK രമ തന്നെ RMP സ്ഥാനാർത്ഥി ഇത്തവണ UDF-നൊപ്പം തന്നെ നിൽക്കുന്നു. MK ഭാസ്കരൻ RJD സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. K ദിലീപ് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. നമ്മൾ ഈ പറഞ്ഞതുപോലെ വലിയ പോരാട്ടം ഇത്തവണയും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് വടകര എന്ന് പറയുന്നത്. കാരണം വടകര ഒരുപക്ഷെ നമുക്കറിയാം TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം ആ മേഖലയിൽ ഉണ്ടായ CPM-നുണ്ടായ ഒരു തിരിച്ചടി, അതിനുശേഷം ഒരു മത്സരത്തിൽ 2016-ൽ KK രമ മത്സരിച്ചു, 20,000-ലേറെ വോട്ട് നേടി. അതിനുശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ KK രമ ആ മണ്ഡലം പിടിച്ചെടുക്കുന്ന ഒരുപാട് രാഷ്ട്രീയ പ്രത്യേകതകൾ ആ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വോട്ട് എണ്ണൽ ദിവസം അത് മെയ് 4 അത് KK രമ നേരത്തെ പറയുകയും ചെയ്തു, കേരളം TPക്ക് കൊടുക്കുന്ന ഒരു ഉത്തരമായിരിക്കും അല്ലെ? തീർച്ചയായും അത് വൈകാരികമായി RMP പ്രവർത്തകർ അതിനെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെയ് 4 വോട്ടെണ്ണൽ ദിവസം അത് വടകര RMPക്കൊപ്പം തന്നെ നിൽക്കുമോ എന്നത് അറിയേണ്ടതുണ്ട്. അതോടൊപ്പം കേരളത്തിൽ കൗതുകവുമാണ്. തീർച്ചയായും കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമെന്നതാണ് KK രമ പ്രവചിക്കുന്നത്. അതെ, അപ്പം വടകരയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ഇപ്പൊ പ്രചാരണമൊക്കെ വെച്ചും KK രമയ്ക്ക് തന്നെയാണ് മുൻതൂക്കം ഉള്ളത്. അതിൽ പ്രത്യേകിച്ച് ഇപ്പൊ പിന്നെ മാത്രമല്ല തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വടകരയിൽ വരുമ്പോൾ എപ്പോഴും TP പോയതിനു ശേഷം എല്ലാ കാലത്തും TP തന്നെയാണ് ഒരു പ്രചാരണ വിഷയമായി എല്ലാ കാലത്തും അത് പ്രചാരണ രംഗത്ത് അത് ഉണ്ടാകും. കാരണം വൈകാരികം കൂടിയാണല്ലോ രജേഷ്. അവിടെയുള്ള ഒരുപക്ഷെ CPM-ലുള്ള ആളുകൾക്കടക്കം, CPM-ൽ പോലും ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആളുകൾക്കടക്കം TPയുടെ കാര്യത്തിൽ ആ അർത്ഥത്തിൽ ഒരു വൈകാരികത നിലനിൽക്കുന്നുണ്ട്. ഇവിടേക്ക് വന്നാൽ RJDക്കാണ് ഇത്തവണ ഒരുപക്ഷെ ഇതിലെ എന്ന് പറയുന്നത് TPയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് പോലും ഇത്തരത്തിൽ RJDയുമായി ബന്ധപ്പെട്ട ഈ അന്നത്തെ സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണ് തുടങ്ങുന്നത്. അതേ തരത്തിൽ ഇത്തവണയും CPM നൽകിയിരിക്കുന്ന ഘടകകക്ഷിക്ക് തന്നെ സീറ്റ് നൽകുക എന്ന ആ മേഖലയൊക്കെ ആ അർത്ഥത്തിൽ സോഷ്യലിസ്റ്റ് വോട്ടുള്ള സ്ഥലമാണ്. നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ ഈ BJPയുടെ കാര്യത്തിൽ വലിയൊരു വോട്ട് ഷെയർ എന്ന അർത്ഥത്തിൽ ഉള്ള സ്ഥലമല്ല. അത് പലപ്പോഴും നമ്മൾ കാണുന്നത് ഇടത് കേന്ദ്രങ്ങളിൽ, ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ അത്ര വലിയ ശക്തിയല്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ അത്രയും വലിയൊരു ഭൂരിപക്ഷത്തിനല്ല വടകര ജയിക്കുന്നതെന്ന് കണ്ടറിയണം. അതുകൊണ്ട് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് ആ അർത്ഥത്തിൽ. കോഴിക്കോട് ജില്ല നമ്മൾ പൊതുവെ പറയുമ്പോഴത്തേനും അവിടെ ഒരു ത്രികോണ ഫൈറ്റ് ഒന്നും പ്രത്യേകിച്ച് എങ്ങും അങ്ങനെ നടക്കാറില്ല. എല്ലാം 2 മുന്നണികൾ തമ്മിലുള്ള ഒരുപക്ഷെ BJPയുടെ ചില സ്ഥാനാർത്ഥികളുടെ മാത്രം മികവ് എന്ന അർത്ഥത്തിലാണ് പലപ്പോഴും നമ്മൾ ത്രികോണപ്പോര് പറയുന്നത്, അല്ലാതെ വോട്ട് ഷെയറിന്റെ പേരിലല്ല. ആ അർത്ഥത്തിൽ ചില മണ്ഡലങ്ങൾ ഉണ്ട് എങ്കിൽ കൂടി ഇവിടെയൊക്കെ ഫൈറ്റ് നടക്കുന്നത് KK രമയും MK ഭാസ്കരനും. നിശ്ചയമായും. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വടകരയെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ
ഒരു ട്രയാങ്കിൾ പോരൊന്നും ഇവിടെ ഇല്ല. രണ്ടുപേർ തമ്മിലുള്ള കെ രമയും MK ഭാസ്കരനും തമ്മിലുള്ള നേർക്കുനേർ പോര്, ഒരു ഇഞ്ചോടിഞ്ച് ഫൈറ്റ് ആണ് വടകരയിൽ. വടകര വൈൻഡപ്പ് ചെയ്യാം തീർച്ചയായും. ഓക്കെ, ഇനിയിപ്പോ നേരെ കുറ്റ്യാടിയിലേക്ക് പോവാണ്. കുറ്റ്യാടിയിലേക്ക് വരുമ്പോഴത്തേനും KP മുഹമ്മദ് കുട്ടി കുഞ്ഞഹമ്മദ് കുട്ടി CPIM, പാറക്കൽ അബ്ദുള്ള മുസ്ലിം ലീഗ്, അതേപോലെ രാംദാസ് മണലേരി BJPക്ക് വേണ്ടി. ഇവിടുത്തെ ഭൂരിപക്ഷം 333 തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന സ്ഥലമാണ്. നമ്മൾ ഈ പറയുന്ന പോലെ കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ 333 വോട്ടിന് മാത്രം ജയിച്ചു. ഇത്തവണയും ആ മേഖലയിൽ ഒരുപക്ഷെ ഈ സീറ്റ് നിലനിർത്താൻ മറ്റാരുമില്ല എന്ന തരത്തിൽ CPM കണ്ടതുകൊണ്ടാണ് കുഞ്ഞഹമ്മദ് കുട്ടിക്ക് തന്നെ ഈ തവണയും സീറ്റ് കൊടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും ഈ LDFും UDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു മണ്ണായി തന്നെയാണ് കുറ്റ്യാടിയെ വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ നിലവിലെ MLA എന്ന് പറയുമ്പോഴും പാറക്കൽ അബ്ദുള്ള ഇങ്ങനെ മാറി മാറി വരും. അത് MLA ആകും, സ്ഥാനം പോകും, വീണ്ടും വരും. ആ അർത്ഥത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തവണയും കുഞ്ഞഹമ്മദ് കുട്ടിയും പാറക്കൽ അബ്ദുള്ളയും തമ്മിലുള്ള പോരാട്ടമാണ്. പോരിൽ ആർക്കൊപ്പം നിൽക്കുന്നു? പിന്നെ ഒപ്പം രാംദാസ് മണലേരി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് BJPക്ക് അത്രയും വലിയ വോട്ട് ഷെയർ ഉള്ള ഒരു സ്ഥലമല്ല കുറ്റ്യാടിയും. പക്ഷേ ഈ പറഞ്ഞതുപോലെ വളരെ നിസ്സാരമായ ഒരു വോട്ടാണ് ഇത് തീരുമാനിക്കുന്നത് എന്നതുകൊണ്ട് BJPയുടെ വോട്ടും ഈ മണ്ഡലത്തിൽ നിർണായകമാണ്. 2011 CPI നേതാവ് KK ലതിക ജയിച്ച മണ്ഡലം 2016 പാറക്കൽ അബ്ദുള്ളയിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലീഗ് തിരിച്ചു പിടിക്കുകയായിരുന്നു. 2021 ഇതേ പാറക്കൽ അബ്ദുള്ളയെ തോൽപ്പിച്ചാണ് കുഞ്ഞഹമ്മദ് കുട്ടി ഈ കാണുന്ന 333 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നത്. അപ്പം ഇവർ തമ്മിലുള്ള നേർക്കുനേർ ഫൈറ്റ് തന്നെയാണ്. ആ അർത്ഥത്തിൽ തന്നെയാണ് കുറ്റ്യാടി മണ്ഡലത്തെ കാണേണ്ടത്. ആ പോരാട്ടം ആ രീതിയിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ വോട്ട് ഈ വളരെ ചെറുതായതുകൊണ്ട് BJPയുടെ വോട്ടും ഇത്തവണ മണ്ഡലത്തിൽ നിർണായകമാകും. ശരി, അപ്പം വടകരയും കുറ്റ്യാടിയും വിടാം. കുറ്റ്യാടിയും വിട്ടതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ മൂന്നാമത്തെ മണ്ഡലം, കോഴിക്കോട് ജില്ലയിലെ മൂന്നാമത്തെ മണ്ഡലത്തിലേക്ക് പോയാൽ നാദാപുരമാണ്. നാദാപുരം വരുമ്പോഴത്തേനും നമുക്ക് വേണമെങ്കിൽ അവരോട് ഒരു കടത്തനാടൻ മണ്ണം എന്നൊക്കെ പറയാമല്ലേ നാദാപുരത്തിന്. അപ്പോൾ നാദാപുരത്ത് ആക്ച്വലി ഒരു നല്ല ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നാദാപുരം. P വസന്തം CPIക്ക് വേണ്ടിയിട്ട് P വസന്തം മത്സരിക്കുന്നു. KM അഭിജിത്ത് കോൺഗ്രസിന് വേണ്ടി, ഒപ്പം CP വിപിൻ ചന്ദ്രനാണ് BJP സ്ഥാനാർത്ഥി. ഇവിടെ നേരത്തെ EK വിജയൻ, അദ്ദേഹം വിജയിച്ചത് 4035 വോട്ടിനാണ്. EK വിജയൻ മാറി ഇപ്പോൾ അവിടെ P വസന്തം വരുന്നു. നമുക്ക് തളിപ്പറമ്പിന് സമാനമായിട്ടൊക്കെ ചെറിയ ചർച്ചകളൊക്കെ CPIക്കുള്ളിൽ നടന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഭർത്താവ് മാറുമ്പോൾ അവിടെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കുന്നു എന്നതുമായി ഭൂരിപക്ഷവും നമ്മൾ കാണണം. വളരെ ചെറിയ ഭൂരിപക്ഷമാണ്. അദ്ദേഹം തുടർച്ചയായി ജയിച്ചതിന് ശേഷം മാറുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KM അഭിജിത്ത് അവിടത്തേക്ക് വരുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത്. കഴിഞ്ഞ തവണയും KM അഭിജിത്ത് മറ്റ് കോഴിക്കോട് മത്സരിച്ച് പരാജയപ്പെട്ട ആൾ ആണെങ്കിൽ കൂടി ഇവിടെ ഒരു കാര്യം രജിഷേന്ദ്ര, അപ്പം കഴിഞ്ഞ വർഷം കോഴിക്കോട് മത്സരിച്ച് പരാജയപ്പെട്ടു. അതിനുശേഷം ആ പിന്നീടുള്ള ഒരു 5 വർഷം 2021 ശേഷം 2026 വരെയുള്ള ആ ഒരു 5 വർഷം അഭിജിത്ത് നന്നായിട്ട് അവിടെ പണിയെടുത്തിരുന്നു. പക്ഷെ അദ്ദേഹത്തെ നാദാപുരത്തേക്ക് പ്ലേസ് ചെയ്തിട്ട് പ്രവീൺ കുമാറിനെയാണ് അങ്ങോട്ടേക്ക്. പക്ഷെ ആ ഘട്ടത്തിൽ പ്രവീൺ കുമാർ ഇവിടെ നന്നായിട്ട് ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് UDFന് വേണ്ടി. അത് എങ്ങനെ KM അഭിജിത്തിന് ഗുണകരമാണ്? ഒരുപക്ഷെ കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വർക്ക് കോൺഗ്രസിന്റെ സമീപകാലത്ത് വളരെ കൃത്യമായി നടന്ന ഒരു സ്ഥലം എന്ന് പറയാതിരിക്കാനാവില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ കണ്ടു. വളരെ കൃത്യമായി ആ മേഖലകൾ പിടിച്ചടക്കി. പ്രത്യേകിച്ച് നാദാപുരം നിൽക്കുന്നത് വടകര മണ്ഡലത്തിൽ നിൽക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷാഫി പറമ്പിൽ വന്നതോടുകൂടി ആ വടകര മണ്ഡലത്തിനുള്ളിലുള്ള ഈ നിയമസഭാ മണ്ഡലങ്ങളുടെ പരിധിയിലൊക്കെ വളരെ ശക്തമായൊരു സംഘടനാ സംവിധാനത്തിലേക്ക് കോൺഗ്രസ് മാറിയിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് KM അഭിജിത്ത് ഇത്തവണ വരുമ്പോൾ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ഒരാളല്ലേ എന്ന അർത്ഥത്തിൽ നിങ്ങൾ കാണേണ്ടതില്ല. വളരെ മികച്ച ഒരു പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. എന്തായാലും നാദാപുരത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ വോട്ട്. പിന്നെ മാത്രമല്ല ഇവിടെ രജേഷ് പറഞ്ഞ പോലെ ഇപ്പം അത് പ്രധാനമാണ്. അതിനൊപ്പം P വസന്തം CPIയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അവരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു മണ്ണുകൂടിയാണ് ഇത്. കൈവിട്ടു പോയാൽ അപ്പം അതുകൊണ്ട് തുടർച്ചയായി ജയിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നാദാപുരത്തിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാവുക. കാരണം അത്ര പെട്ടെന്നൊന്നും ഒരിക്കലും മറ്റൊരു ഒരു കൊടുങ്കാറ്റിലും പേമാരിയിലും ഒന്നും വീഴാത്ത ഒരു മണ്ഡലം. പക്ഷേ ഭൂരിപക്ഷം ചെറുതാണെങ്കിൽ കൂടി അത് പിടിച്ചു നിർത്തുന്നതാണ് നമ്മൾ എല്ലാ കാലത്തും കണ്ടിട്ടുള്ളത്. CP വിജയൻ ചന്ദ്രൻ ഇത് പറഞ്ഞതുപോലെ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ വോട്ട് ഉയർത്തുക എന്നത് തന്നെയാണ് ഇത്തവണ ലക്ഷ്യമിടുന്നതും. അതാണ് നാദാപുരത്തിന്റെ കണക്കുകൾ നമുക്ക് മുന്നിൽ ഉള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാലാമത്തെ മണ്ഡലത്തിലേക്ക് നമ്മൾ കൊയിലാണ്ടിയിലേക്ക് പോയാൽ K ദാസൻ CPIM, ഒപ്പം അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ കോൺഗ്രസിന് വേണ്ടി, CR പ്രഫുൽ കൃഷ്ണനാണ് BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. നേരത്തെ കാനത്തിൽ ജമീല മത്സരിച്ച് വിജയിച്ചത് 8472 വോട്ടിനാണ്. കാനത്തിൽ ജമീല അന്തരിച്ചതുകൊണ്ട് പുതിയൊരു സ്ഥാനാർത്ഥിയെ തേടിയതാണ്. അല്ലെങ്കിൽ അവർ തന്നെ മത്സരിക്കേണ്ട ഒരു സ്ഥിതിയായിരുന്നു. K ദാസൻ ഇതിന് തൊട്ടു മുൻപ് 2 തവണ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത. ഒരുപക്ഷെ CPIന് കൈവിടാനാവില്ല എന്ന് അവർ തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നേരത്തെ ഉള്ള പരിചിതരായ ഒരാൾക്ക് വീണ്ടും അവസരം കൊടുക്കാനുള്ള ഒരു തീരുമാനം. സാധാരണയിൽ CPM വേണമെങ്കിൽ ഒരു
പുതിയ ആളുകളെയൊക്കെ പരീക്ഷിക്കാവുന്ന സ്ഥലം തന്നെയാണ്. പക്ഷേ കെ ദാസന് അവിടെയുള്ള ഒരു ജനപ്രീതി അത് ഉപയോഗിക്കാം എന്ന് തന്നെ CPIM കരുതുകയാണ്. സാധാരണഗതിയിൽ നല്ല ഭൂരിപക്ഷം എന്ന് പറയാം, 8472 എന്ന് പറയാം. പക്ഷേ ഏത് നിമിഷവും വേണമെങ്കിൽ അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിന്റെ ഒരു സ്ഥാനത്ത് നമ്മൾ പറയണം. കാരണം കോഴിക്കോട് DCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അവിടെ കോൺഗ്രസിന് വേണ്ടി UDF-ന് വേണ്ടി ഒരു മണ്ണ് അദ്ദേഹം പാകപ്പെടുത്തി 14 ജില്ലയിലെ DCC അധ്യക്ഷന്മാരിൽ വളരെയധികം നമ്മൾ പെട്ടെന്ന് പേരെടുത്ത് പറയാൻ പറ്റുന്ന തരത്തിലേക്ക് മാറിയ ഒരാളാണ് പ്രവീൺ കുമാർ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ വേറെ പല പല വിവാദങ്ങൾ ഇതിനിടയ്ക്ക് വന്നു. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങൾ വന്നിട്ടും പതറാതെ ആ പാർട്ടിയെ കൊണ്ടുപോകാൻ പ്രവീൺ കുമാറിന് സാധിച്ചു എന്ന് മാത്രമല്ല, പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവൈലബിൾ ആയ ഒരു DCC പലപ്പോഴും ചില നേതാക്കളെ അവൈലബിൾ ആവില്ല. അത് മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകിച്ചും ചിലപ്പോൾ ആ അർത്ഥത്തിൽ എന്ത് വിഷയം വന്നാലും അദ്ദേഹത്തെ വിളിക്കാം. ആ അർത്ഥത്തിൽ നല്ല രീതിയിൽ തന്നെ ഇടപെടുന്ന ഒരാളാണ്. എന്തായാലും പ്രവീൺ കുമാറിന്റെ ഒരു സ്ഥാനാർത്ഥിത്വം അത് UDF-ന് എന്തായാലും വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. സ്ഥിരമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും BJP ഇത്തവണയും മികച്ച ഒരു ഭൂരിപക്ഷം അവരുടെ വോട്ട് ഉയർത്തുക എന്ന അർത്ഥത്തിൽ മത്സരിക്കുന്നതാണ്. എന്തായാലും പ്രഫുൽ കൃഷ്ണനാണ് BJP-ക്ക് വേണ്ടി മത്സരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് പലപ്പോഴും ചില വോട്ട് 2016 ഈ പ്രഫുൽ കൃഷ്ണ 10-22,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഒരു അവസരം എന്ന അർത്ഥത്തിലാണ് മത്സരിപ്പിക്കുന്നത്. നമ്മൾ കൊയിലാണ്ടി കഴിഞ്ഞതിന് ശേഷം ഇനി ഏറ്റവും വലിയ മത്സരം നടക്കുന്ന മണ്ഡലത്തിലേക്ക് പേരാമ്പ്ര. ഇപ്പോഴത്തെ വിവാദ വിഷയങ്ങൾ കൂടി നടക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ ആകെ തന്നെ ചർച്ചയായ തരത്തിൽ മാറിയ ഒരു മണ്ഡലമാണ്. TP രാമകൃഷ്ണൻ ഇത്തവണയും LDF-ന്റെ കൺവീനർ CPIM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഫാത്തിമ തഹ്ലിയ മുസ്ലിം ലീഗിന്റെ തീപ്പൊരി നേതാവ്, വനിതാ നേതാവ് മത്സരിക്കുന്നു UDF-നായി. M മോഹനൻ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഇവിടെ TP രാമകൃഷ്ണന്റെ ഈ ഭൂരിപക്ഷം കാണുമ്പോൾ ഒരുപക്ഷെ അല്ലെങ്കിൽ തന്നെ ഇതൊരു ഇടതുകോട്ടയാണ്. 1980 മുതൽ തുടർച്ചയായി CPIM ജയിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഈ ഭൂരിപക്ഷം കണ്ടതുകൊണ്ട് മാത്രം ഈ മണ്ഡലത്തെ ആ രീതിയിൽ വിലയിരുത്താനാവില്ല. അത് ആണ് ഈ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത. കാരണം 22,000 ഭൂരിപക്ഷം കണ്ട് CPIM ഒരിക്കലും ഇത് ഈസി വോക്ക് ഓവർ ആണ് എന്ന് കരുതുന്നില്ല. കാരണം ഇഞ്ചോടിഞ്ച് മത്സരം ഏത് തരത്തിലും മറിയാം എന്ന് കരുതുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് സത്യത്തിൽ ഈ ഇടതുപക്ഷത്തിന് ഇത്രമാത്രം ഒരു പോരാട്ടത്തിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഫാത്തിമ തഹ്ലിയയുടെ ഈ സ്ഥാനാർത്ഥിത്വം ഒരുപക്ഷെ ഇടതുപക്ഷത്തെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. കാരണം ഇത് കൈവിട്ടു. നിലവിലെ ഇപ്പോഴത്തെ ഈ ഒരു അനൗൺസ്മെന്റ് വിവാദമൊക്കെ പേരാമ്പ്രയിലെ വോട്ടിങ്ങിനെ എഫക്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല എന്ന് പറയാനാവില്ല. കാരണം നമുക്കറിയാം സാമുദായിക വിഷയങ്ങളെ വല്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു മേഖലയല്ല അത്. എങ്കിൽ കൂടി അത് മുസ്ലിം വോട്ടർമാരിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി തന്നെ മുസ്ലിം വോട്ട് കിട്ടിയിട്ടുണ്ട് UDF-ന് എന്ന് തന്നെയാണ് UDF വിലയിരുത്തുന്നത്. ആ അർത്ഥത്തിൽ തന്നെയാണ് ഈ വിഷയം ആ മേഖലയിൽ ചർച്ചയാകുന്നത്. പക്ഷേ രണ്ടുപേരും അതുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞ് രണ്ടുപേരും ഒരു തരത്തിൽ നിയമപരമായ കാര്യങ്ങളിലേക്ക് പോയി എന്നതാണ്. ഈ വിഷയം കണ്ടപ്പോൾ UDF പരാതി കൊടുത്തതിന് പിന്നാലെ തന്നെ LDF-ഉം അതിനൊരു കൗണ്ടർ പരാതി കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ ആ ചർച്ചയെ ആ രീതിയിൽ തന്നെ ഒഴിവാക്കാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. മറ്റ് വികസന വിഷയങ്ങൾ ചർച്ചയാകണം എന്ന് തന്നെയാണ് LDF ആഗ്രഹിക്കുന്നത്. അത് TP രാമകൃഷ്ണൻ നമ്മളോട് സംസാരിക്കുമ്പോൾ അത് പറയുകയും ചെയ്തു. ഞങ്ങൾ അതിൽ ഇടപെട്ടിട്ടില്ല എന്ന കാര്യത്തിൽ അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ചർച്ചയായാൽ ഒരുപക്ഷെ ഇത് തെരഞ്ഞെടുപ്പിനെ നന്നായി തന്നെ ബാധിക്കും എന്ന് അവർക്കറിയാം. പക്ഷേ മത്സരം നമ്മൾ ഈ പറഞ്ഞതുപോലെ BJP ആ മത്സരങ്ങളിൽ എവിടെയുമില്ല എന്ന് തന്നെ പറയാം. ഫാത്തിമ തഹ്ലി നമ്മൾ അഭിജിത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഷാഫി പറമ്പിലിന്റെ ഒരു വ്യക്തിപ്രഭാവം അല്ലേ, അത് ഇവിടെയും സ്വാധീനിക്കും. പ്രത്യേകിച്ച് പേരാമ്പ്രയിൽ അത് സംഭവിച്ചിട്ടുണ്ട്. പേരാമ്പ്രയിലാണ് അന്ന് വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായി, വലിയ പ്രതിഷേധങ്ങളിലേക്കൊക്കെ പോയൊരു സാഹചര്യം ഉണ്ടായത്. അത് UDF-ന് അത്രമാത്രം ഒരു സംഘടനാ സിസ്റ്റം അവിടെ ഉണ്ട് എന്ന് പുറം ലോകത്തേക്ക് അറിയിച്ചു കൊടുത്ത ഒരു വിഷയം നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു മണ്ണാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫാത്തിമ തഹ്ലിയ നമുക്കറിയാം MSF-ന്റെ കാലത്തായാലും അതിനുശേഷം ഒരുപാട് വിഷയങ്ങൾ, ആ ഹരിത വിഷയമൊക്കെ വന്നപ്പോൾ പോലും അത് വളരെ ശക്തമായി ആ വിഷയത്തെ നേരിട്ടു എന്ന് മാത്രമല്ല അത് സംസാരിക്കാൻ അറിയുന്ന നേതാവാണ്. ഏത് അർത്ഥത്തിൽ വേണമെങ്കിലും കൊണ്ടുപോകാൻ ഒരു യുവാവാണ്, വനിതയാണ്, യുവമുഖമാണ്. അറിയാം, നോക്കാം എങ്ങനെയായിരിക്കും ഇവർ തമ്മിലുള്ള ഫൈറ്റ്. പറയുന്ന പോലെ പ്രേക്ഷകർ ഇത് പേരാമ്പ്രയിലും ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ഫൈറ്റ് ആണ് രണ്ടുപേരും തമ്മിൽ. ഫാത്തിമ തഹ്ലിയ വേഴ്സസ് TP രാമകൃഷ്ണൻ ആ ഒരു ഫൈറ്റ് തന്നെയാണ് അവിടെ നടക്കുന്നത്. നേരെ ബാലുശ്ശേരി. ഓക്കെ, ഇടതുകോട്ടയായ ബാലുശ്ശേരിയിലേക്ക് നമുക്ക് പോയേക്കാം. എന്തായാലും ബാലുശ്ശേരിയിൽ നമ്മൾ പറയുന്നത് പോലെ KM സച്ചിൻ ദേവാണ് ബാലുശ്ശേരിയിലെ MLA. അത് ഇത്തവണയും ബാലുശ്ശേരിയിൽ ആ പോരാട്ടം ആ രീതിയിൽ നടക്കുന്നു. ഇടതുപക്ഷത്തിന്റെ കോഴിക്കോട്ടെ ഉറച്ച മണ്ഡലമാണ് ബാലുശ്ശേരി. അവിടെ രണ്ട് യുവ നേതാക്കൾ സ്ഥാനാർത്ഥി SFI-യിലും KSU-യിലുമായിട്ടുള്ള രണ്ട് നേതാക്കൾ മത്സരിക്കുന്നു എന്നതാണ് പ്രത്യേകത. SFI-യുടെ ശ്രദ്ധേയനായ KM സച്ചിൻ ദേവിന് എതിരാളിയായി വരുന്നത് സൂരജാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട് യുവാക്കൾ തമ്മിലുള്ള ഒരു പോരാട്ടം എന്ന അർത്ഥത്തിൽ
അർത്ഥത്തിലാണ് ബാലുശ്ശേരി ശ്രദ്ധേയമാകുന്നത്. പക്ഷെ നമുക്കറിയാം ബാലുശ്ശേരി എല്ലാ കാലത്തും ഒരു ഇടത് കോട്ടയായി. കഴിഞ്ഞ വട്ടം ധർമ്മജൻ ബോൾഗാട്ടിയൊക്കെ മത്സരിക്കാൻ വന്നെയാണ്. പക്ഷേ കേരളത്തിലാകെ ചർച്ചയായി സമീപകാലത്ത് നമുക്ക് പറയാനാവുക. അടുത്ത മണ്ഡലത്തിലേക്ക് പോയാൽ കോഴിക്കോട് ജില്ലയിലെ ഇടതുപക്ഷത്തെ ഏറ്റവും ഉറച്ച ഉരുക്കുകോട്ട എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന എലത്തൂരിലേക്ക് പോയാൽ എലത്തൂർ നിയമസഭാ മണ്ഡലം നമുക്കറിയുന്ന പോലെ AK ശശീന്ദ്രൻ ജയിച്ചു വരുന്ന മണ്ഡലമാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് എലത്തൂരിനെ കൂടുതൽ ചർച്ചകളിലേക്ക് നയിച്ചതും. വീണ്ടും AK ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം NCPയിൽ തന്നെ ഒരു വലിയ പ്രശ്നവും ചർച്ചയും ഒക്കെ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ അത് AK ശശീന്ദ്രന്റെ കൈകളിലേക്ക് തന്നെ വന്നു. ഇവിടെയും ഇദ്ദേഹത്തിന്റെ ഭൂരിപക്ഷമാണ്. 38,502 വോട്ടിനാണ് AK ശശീന്ദ്രൻ കഴിഞ്ഞ വട്ടം വിജയിച്ചത്. വിദ്യാ ബാലകൃഷ്ണൻ കോൺഗ്രസിന് വേണ്ടി അവർ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഒപ്പം T ദേവദാസ് ആണ് BJPക്ക് വേണ്ടി. ഇവിടെയും ഈ NCP കോൺഗ്രസ് പോര് തന്നെയാണ്. പക്ഷേ ഇത്തവണ ഈ MLA ആയിരുന്ന ശശീന്ദ്രൻ അല്ല, മന്ത്രിയായ ശശീന്ദ്രൻ വീണ്ടും വരുമ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷം അടക്കമുള്ള വിഷയങ്ങൾ കാര്യമായി ചർച്ചയായിട്ടുള്ള ഒരു ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എത്ര വിവാദങ്ങൾ ഉണ്ടാകുന്ന കാലത്താണ്. സത്യത്തിൽ ആ വിവാദത്തിന്റെ കാലത്താണ് ആ ഭൂരിപക്ഷം എന്നത് നമ്മൾ മനസ്സിലാക്കണം. 38,502 എന്ന് പറയുന്നത് വിവാദങ്ങളുടെ കാലത്തുള്ള ഒരു ഭൂരിപക്ഷമാണ്. ആ തരത്തിലാണ് ആ മണ്ഡലം കിടക്കുന്നത് എന്നുള്ളതാണ്. അതൊരു CPIന്റെ ശക്തി കേന്ദ്രമാണ്. പലപ്പോഴും CPM ആ സീറ്റ് ഏറ്റെടുക്കണം എന്ന ആവശ്യം ശക്തമായിരുന്നു. AK ശശീന്ദ്രനെതിരെ NCPയിൽ വലിയ കോളിളക്കമുണ്ടായ സംഭവമാണ്. അവരുടെ ബ്ലോക്ക് കമ്മിറ്റി മുകളിൽ ജില്ലാ കമ്മിറ്റി വരെ വലിയ ശരത് പവാറിന്റെ അടുത്ത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ ശ്രദ്ധേയമാകുന്നത് NCPയുടെ ഔദ്യോഗികമായ രാഷ്ട്രീയ പാർട്ടി മത്സരിക്കുന്നു. അതും ശശീന്ദ്രൻ തന്നെ മത്സരിക്കുന്നു. ശശീന്ദ്രനെതിരെ NCPക്ക് വേണ്ടി മത്സരിക്കുന്നു. ആ ചിഹ്നത്തിലേക്ക് വരുമ്പോൾ ആ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ഏത് രീതിയിൽ കാഹളം മുഴക്കുന്ന മനുഷ്യനാണെന്ന് തോന്നുന്നു. AK ശശീന്ദ്രന്റെ ചിഹ്നം. എന്തായാലും ആ ഒരു കൺഫ്യൂഷൻ ഇടതുപക്ഷത്തുണ്ട്. എത്രത്തോളം വോട്ട് ആ രീതിയിൽ മാറാൻ സാധ്യതയുണ്ട് എന്നത്. പക്ഷെ നമുക്കറിയാം ഈ മണ്ഡലം ഏതെങ്കിലും തരത്തിലൊരു അട്ടിമറിയിലേക്ക് പോകാനുള്ള സാധ്യതയൊന്നും നിലവിൽ കാണാനില്ല. പക്ഷേ AK ശശീന്ദ്രനെതിരെ NCPയിൽ മാത്രമല്ല ഇടതുപക്ഷത്ത് പ്രത്യേകിച്ച് CPMന്റെ ഉള്ളിൽ ഒരു വികാരമുണ്ട്. ഈ മണ്ഡലം ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന തരത്തിലൊരു വികാരമുണ്ട്. ആ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത് ഈ മണ്ഡലത്തിന്റെ ഒരു ടോട്ടൽ ഒരു പിക്ചർ. എന്തായാലും വിദ്യാ ബാലകൃഷ്ണൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അവരും ഈ അർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ ഒരു യുവമുഖം എന്ന തരത്തിൽ നമ്മൾ സ്ഥിരമായി ചാനൽ ചർച്ചകളിൽ കാണുന്ന ഒരാളാണ്. എന്തായാലും ഒരു മികച്ച മത്സരം തന്നെ വിദ്യാ ബാലകൃഷ്ണൻ ഉണ്ടാക്കുമെന്ന് കരുതുകയാണ്. ഈ ഭൂരിപക്ഷം പരമാവധി കുറയ്ക്കാൻ സാധിച്ചാൽ പോലും ഒരുപക്ഷെ വിദ്യയ്ക്ക് അതൊരു എക്സ്ട്രാ പറയാനുള്ള ഒരു പോരാട്ടം തന്നെയായിരിക്കും. എന്തായാലും ഇവിടെ T ദേവദാസിനും കാര്യമായി ചെയ്യാനൊന്നും ഉണ്ടെന്ന് കരുതുന്നില്ല. പക്ഷേ വോട്ട് ഉയർത്തും എന്ന് തന്നെയാണ് BJPയുടെ നിലവിൽ കോഴിക്കോട് അവർ എല്ലാ മണ്ഡലത്തിലും വോട്ട് ഉയർത്തുന്നത് കാണാറുണ്ട്. അത് ഇവിടെയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എലത്തൂർ വിടാം. എന്നിട്ട് നമ്മൾ നേരെ കോഴിക്കോട് നഗരത്തിലേക്ക് അങ്ങ് എൻ്റർ ചെയ്യുവാണ്. കോഴിക്കോട് നോർത്തിലേക്ക് വരുമ്പോൾ തൊട്ടത്തിൽ രവീന്ദ്രൻ സിറ്റിംഗ് MLA തന്നെയാണ് ഇത്തവണയും മത്സരിക്കുന്നത്. അഡ്വക്കേറ്റ് K ജയന്ത് ആണ് കോൺഗ്രസിന് വേണ്ടി. ഒപ്പം നവ്യ ഹരിദാസ് BJP വേണ്ടി. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ഫൈറ്റ് ഒക്കെ ഉണ്ടെന്ന് പറയാം. കാരണം നവ്യ ഹരിദാസിന്റെ ഒരു സ്ഥാനാർത്ഥിത്വം BJPയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞു. അതായത് സ്ഥാനാർത്ഥിയുടെ ഒരു മുഖം കൊണ്ട് ത്രികോണപ്പോര് എന്ന് പറയാൻ പറ്റുന്നത്. നമ്മൾ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഈ ഭൂരിപക്ഷം വലിയ ഭൂരിപക്ഷമല്ല. പക്ഷേ നമുക്കറിയാം ഇത് നോർത്ത് പലപ്പോഴും ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള പ്രദേശം തന്നെയാണ്. ജയന്ത് വരുമ്പോൾ സ്വാഭാവികമായും തോട്ടത്തിൽ രവീന്ദ്രനും ജയന്തും തമ്മിലുള്ള മത്സരം എന്ന് പറയുമ്പോൾ പോലും നവ്യ ഹരിദാസിനെ പറയേണ്ടത് തുടർച്ചയായി അവിടെ വാർഡിൽ ജയിക്കുന്ന ഒരാളാണ്. അവിടെ കോർപ്പറേഷനിൽ അവരുടെ പാർട്ടിയുടെ നേതാവാണ്. ആ അർത്ഥത്തിൽ കഴിഞ്ഞ തവണയും നല്ല വോട്ട് ഈ മണ്ഡലത്തിലായിരുന്നില്ല മത്സരിച്ചത്. പക്ഷേ നല്ല വോട്ട് വാങ്ങിച്ച നമ്മളിപ്പം BJPയുടെ തീപ്പൊരു നേതാവ് ശോഭാ സുരേന്ദ്രന്റെ ഒക്കെ കാര്യം പറയുന്ന പോലെ ഒരു യങ് മുഖമാണ് BJP സംബന്ധിച്ചിടത്തോളം നവ്യ ഹരിദാസ്. പക്ഷെ നവ്യ മത്സരിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ശോഭയൊക്കെ പണ്ട് മത്സരിക്കുന്ന പോലെ വോട്ട് ഉയർത്തി വരുന്ന ഒരു ചരിത്രം ഇവർക്ക്. അതോടൊപ്പം മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ എന്ന തരത്തിൽ കൂടി നവ്യയെ കാണണം. വലിയ സംഘടനാ സംവിധാനം മുഴുവൻ നവ്യ ഹരിദാസിന് അനുകൂലമായി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടി നമ്മൾ ഈ മണ്ഡലത്തിൽ കാണണം. എന്തായാലും ഒരു മികച്ച പോരാട്ടം തന്നെ നമ്മൾ കോഴിക്കോട് നോർത്തിൽ പ്രതീക്ഷിക്കുകയാണ്. നോർത്തിന് ശേഷം നമ്മൾ വാർഡ് കണക്ക് കൂടി വെറുതെ BJPയുടെ ഒരു പ്രതീക്ഷ ആർത്ഥത്തിൽ കൂടിയാണ്. കാരണം വാർഡ് കണക്കിൽ 7 വാർഡുകൾ BJPക്കുണ്ട്. അതോടൊപ്പം 6 വാർഡുകളിൽ 2ാം സ്ഥാനമുണ്ട്. മിക്കവാറും മറ്റു വാർഡുകളിലൊക്കെ അവരുടെ വോട്ട് ഉയർത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. നഗരമേഖലയിൽ വലിയൊരു പെർഫോമൻസ് ആണ് BJP കാഴ്ചവെച്ചത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതേ പെർഫോമൻസ് തന്നെയാണ് കോൺഗ്രസിന്റെയും ഒരു ഊർജ്ജം. കാരണം UDFും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത്. നോർത്തിലൊക്കെ നമുക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും സംഭവിക്കാനില്ലെന്നാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. പക്ഷെ നവ്യൊക്കെ എത്ര വോട്ട് പിടിക്കും എന്നുള്ളത് ഈ ഒരു ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ ആരെ ജയിക്കും എന്ന കാര്യത്തിലൊക്കെ തീരുമാനമാവും. ഇനിയിപ്പോ നോർത്തിൽ നിന്ന് നമുക്ക് നേരെ സൗത്തിലേക്ക് പോകാം. കോഴിക്കോട് സൗത്തിലേക്ക് പോയാൽ അഹമ്മദ് ദേവർകോവിലാണ് INL, ഫൈസൽ ബാബു മുസ്ലിം ലീഗിന്, ഒപ്പം T റനീഷ് BJPക്ക്. നേരത്തെ അദ്ദേഹത്തിന്റെ അഹമ്മദ് ദേവർകോവിന്റെ വിജയം 12,459. പിന്നെ ഇത്തവണ INLന്റെ അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ, അഹമ്മദ് ദേവർകോവിൽ. മറ്റു രണ്ടും സ്വതന്ത്രന്മാരാണ്.
എന്നാലും ഏറ്റവും പ്രധാനമായ കാര്യം നമ്മൾ കോഴിക്കോട് നോർത്തിന് പറഞ്ഞതുപോലെ തന്നെ സമാനമാണ് അവസ്ഥ. ഇവിടെ മത്സരം ഇവർ തമ്മിലാണെങ്കിൽ കൂടി ടി റനീഷ് വരുന്നതോടെയാണ് ഈ മണ്ഡലത്തിന്റെ ഒരു ചിത്രം മാറുന്നത്. നമുക്ക് മേയറുടെ വാർഡ് പിടിച്ചെടുത്ത സ്ഥാനാർത്ഥിയാണ്, BJP സ്ഥാനാർത്ഥിയായിരുന്നു വാർഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് ടി റനീഷിന് ഒരുപക്ഷെ കോഴിക്കോട് മേഖലയിൽ, നഗരമേഖലയിൽ അദ്ദേഹത്തിന്റെ വലിയ സ്വാധീനം തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ യുവ നേതാക്കൾക്കിടയിൽ, യുവ പ്രവർത്തകർക്കിടയിൽ വലിയ ഒരു സ്വാധീനമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫൈസൽ ബാബു മുസ്ലിം ലീഗിന്റെ ലീഗിന് സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ്. ലീഗ് കാലങ്ങളായി ജയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയോ അല്ലെ ആ തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ വരുമ്പോൾ ഒന്ന് പിടിച്ചെടുക്കാം എന്നത് മാത്രമാണ് പലപ്പോഴും ഇടതുപക്ഷം കണക്ക് കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ലീഗിന്റെ സ്വാധീന മേഖലയിൽ ഇത്തവണയും INL കൊണ്ട് ഒരു തിരിച്ചടി, കഴിഞ്ഞ തവണ നടത്തിയതുപോലെ ഒരു തിരിച്ചടി നടത്താമെന്ന പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിനുള്ളത്. നമ്മൾ പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചെറിയ ഭൂരിപക്ഷം തന്നെയാണ്. 12,459 എന്ന് പറയുന്നത് മറിച്ചിടാൻ പറ്റാവുന്ന ഒരു ഭൂരിപക്ഷം തന്നെയാണ്. ഫൈസൽ ബാബു ആകട്ടെ മുസ്ലിം ലീഗിന്റെ ഒരു തീപ്പൊരി പ്രഭാഷകൻ എന്ന തരത്തിൽ ഉള്ള ഒരു യുവ നേതാക്കളിൽ വളരെ ശ്രദ്ധേയനായ ഒരാളാണ്. ഫൈസൽ ബാബു വരുമ്പോൾ ഈ മത്സരം എങ്ങനെ ആകും എന്നതിൽ ചിത്രം മാറുമെന്നാണ് പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്നത്. അപ്പം ഇവിടെയൊക്കെ നിർണായകമായിട്ട് തീരും. നോർത്തും ഈ നമ്പർ വളരെ പ്രധാനമാണ്. കാരണം കോഴിക്കോട് എന്ന് പറയുന്ന 13 മണ്ഡലങ്ങളിലെ ഒരു ജില്ലയിൽ നിന്ന് കോൺഗ്രസ് അത് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ UDF ആകെ തന്നെ ഒരു 5-ലേറെ സീറ്റുകളെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്ക് കാത്തിരിക്കാം എന്താണ് ജനവിധി, ജനമനസ്സിൽ എന്താണെന്ന്. ഇനി 2 ദിവസം കൂടെ ഉള്ളൂ, 2-3 ദിവസം കൂടെയൊക്കെ ഉള്ളൂ. ഇപ്പൊ സൗത്ത് കഴിഞ്ഞു, നോർത്ത് കഴിഞ്ഞു, സൗത്ത് കഴിഞ്ഞു. നേരെ മന്ത്രിമണ്ഡലത്തിലേക്ക് പോവുകയാണ്. നേരെ ബേപ്പൂരിന്റെ സുൽത്താൻ ഇത്തവണ ആരാകും എന്നുള്ളതാണ്. PA മുഹമ്മദ് റിയാസ് CPIM, PV അൻവർ എത്തുന്നു തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി, KP പ്രകാശ് ബാബു BJP. നേരത്തെ കഴിഞ്ഞ വട്ടം PA മുഹമ്മദ് റിയാസിന്റെ വിജയം 28,747 വമ്പൻ ഭൂരിപക്ഷത്തിലാണ്. ഇവിടെ ഈ മത്സരത്തെ കുറച്ച് ഫൈറ്റ് കൂടുതൽ PV അൻവർ ഇവിടെ മത്സരിക്കാൻ വരുന്നു എന്നുള്ളതാണ്. PV അൻവറെ നമുക്ക് പറയാവുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത അനുയായിയായി നിന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മരുമോനിസം എന്ന വാക്ക്, മരുമോനിസം ഈ വാക്കുകളൊക്കെയും കേരളത്തിൽ സംഭാവന ചെയ്ത് ഇപ്പോ ഏറ്റവും വലിയ ശത്രുവായി ഇവിടെ നിന്ന് മത്സരിക്കുന്ന ആൾ കൂടിയാണ് PV അൻവർ. പ്രകാശ് ബാബു അവിടെ വരുമ്പോഴും നമ്മൾ നേരത്തെ മറ്റ് 2 മണ്ഡലങ്ങൾ കോഴിക്കോട് സൗത്തും നോർത്തും പറഞ്ഞതുപോലെ ഈ മണ്ഡലത്തിന്റെയും ശ്രദ്ധേയമാക്കുന്നത് പ്രകാശ് ബാബു തുടർച്ചയായി വോട്ട് ഉയർത്തുന്ന ഒരു നേതാവാണ്, ആ ജില്ലാ അധ്യക്ഷനാണ് എന്ന അർത്ഥത്തിൽ കൂടി. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയും ഒരു ത്രികോണപ്പോര അർത്ഥത്തിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. മുഹമ്മദ് റിയാസ് എന്തായാലും പ്രചാരണം നയിക്കുന്നത് ആദ്യ മത്സരത്തിൽ തന്നെ ജയിച്ച ആ ഭൂരിപക്ഷം നമുക്ക് കാണാം. ഇത് ഒരു ഇടതു കോട്ടയായി തന്നെ വിലയിരുത്തപ്പെടുന്ന ഒരു മണ്ഡലമാണ് ബേപ്പൂര്. 28,747 എന്ന വലിയ ഭൂരിപക്ഷത്തിനാണ് മുഹമ്മദ് റിയാസ് ആദ്യത്തെ മത്സരത്തിൽ തന്നെ ജയിച്ചത്. എന്തായാലും ആ ഭൂരിപക്ഷം നിലനിർത്താൻ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവ്, ഒരു MLA കുറിച്ച് അല്ലെങ്കിൽ ഒരു മന്ത്രിയെ കുറിച്ച് നെഗറ്റീവ് പറയാൻ, അദ്ദേഹത്തിന്റെ ഭരണകാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് പറയാനാവില്ല. കാരണം പൊതുമരാമത്ത് വകുപ്പായാലും ശരി, ടൂറിസം വകുപ്പായാലും ശരി, മികച്ച രീതിയിൽ തന്നെ അത് കൊണ്ടുപോയ ഒരാളാണ് മുഹമ്മദ് റിയാസ്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മൾ ബേപ്പൂർ നോക്കും, ബേപ്പൂർ മുഴുവൻ ഇടതുപക്ഷം. അല്ലാതെ ഇപ്പൊ ജില്ലയിലെ മൊത്തം കണക്കെടുക്കുന്ന സമയത്ത് ഇപ്പൊ നാദാപുരത്തൊക്കെ നോക്കിയാൽ 10,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം UDF കിട്ടി തദ്ദേശത്തിൽ. പക്ഷേ ബേപ്പൂരിലേക്കൊക്കെ വരുമ്പോൾ എല്ലാം പിടിച്ചെടുത്തത് ഇടതുപക്ഷം തന്നെയാണ്. ഇടതുപക്ഷത്തിന് അതിന്റെ സ്വാധീനം അവിടെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും PV അൻവർ വരുമ്പോൾ ഈ മത്സരം എങ്ങനെയാകും എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. KP പ്രകാശ് ബാബു PV അൻവറിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഈ മണ്ഡലത്തിന്റെ പൊതുസ്ഥിതി അനുസരിച്ച് എന്തെങ്കിലും തരത്തിൽ അത്ഭുതം സംഭവിക്കുമെന്ന് കരുതുന്നില്ല. പക്ഷേ ഈ ഭൂരിപക്ഷം ഇതുപോലെ തന്നെ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് പറയാനാവില്ല. അത് വളരെയധികം കുറയാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം ബേപ്പൂരിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഓക്കെ, അപ്പം ഈ നമ്മൾ സാധാരണ നോർമലി പറയുന്നത് തന്നെ മുഹമ്മദ് റിയാസിന്റെ ഒരു കോട്ടയെന്നാണ്. അപ്പോൾ മുഹമ്മദ് റിയാസ് ഇത്തവണയും ആ കോട്ട നിലനിർത്തുമോ ഇല്ലയോ എന്നുള്ളത് ഇനി കാത്തിരുന്നറിയണം. നേരെ നമ്മൾ ഇനി കുന്നമംഗലത്തിലേക്ക് പോകാം. കുന്നമംഗലം മണ്ഡലത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ PTA റഹീം LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു, M A റസാഖ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു, VK സജീവൻ BJP സ്ഥാനാർത്ഥി. ഇവിടെയും മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷമുള്ള സ്ഥലമല്ല. നമ്മൾ കോഴിക്കോടിന്റെ മുഴുവൻ മണ്ഡലങ്ങൾ എടുത്താലും ഈ തരത്തിലാണ് ഉണ്ടാവുക. കാരണം വളരെ ചെറിയ ഭൂരിപക്ഷത്തിനാണ് കോഴിക്കോട് വിജയം തീരുമാനിക്കുക. 10,276 വോട്ടിന് മാത്രം ജയിച്ചാണ് PTA റഹീം നിൽക്കുന്നത്. നമുക്കറിയാം PTA റഹീം കോഴിക്കോട് മേഖലയിൽ വളരെ ജനകീയനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം താഴെത്തട്ടിൽ നിന്ന്, മുസ്ലിം ലീഗിന്റെ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന നേതാവാണ്. പഞ്ചായത്ത് പ്രസിഡന്റായി 2 തവണ, അതിനുശേഷം പാർട്ടിയുമായി പിണങ്ങി 2006 ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷത്തിനൊപ്പം ചേർന്നത് മുതൽ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. മണ്ഡലം മാറി മത്സരിക്കുമ്പോഴും അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. K മുരളീധരനെ തോൽപ്പിച്ച നേതാവാണ്. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ PTA റഹീമിന് ഒരു വലിയ ഒരു പൊളിറ്റിക്കൽ ഗ്രാഫ് ഉണ്ട്. പക്ഷേ M A റസാഖിന്റെ ഒരു സ്ഥാനാർത്ഥിത്വമാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത്. എങ്ങനെ ഇത് ഈ മണ്ഡലം തിരിച്ചു പിടിക്കണം എന്ന് മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അരയും തലയും മുറുക്കി ഇറങ്ങുകയാണ്.
വടകരയാണ് കോഴിക്കോട്ടെ മുസ്ലിം ലീഗുകാർ. അതോടൊപ്പം VK സജീവൻ സ്ഥിരമായി തന്നെ BJPക്ക് വേണ്ടി മത്സരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കൂടാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. എന്തായാലും എത്രമാത്രം വോട്ട് ഉയർത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെയും ഉറ്റുനോക്കുന്നത്. കുന്നമംഗലം വിടാം. ഇനി കൊടുവള്ളിയിലേക്ക് പോവാം. കൊടുവള്ളിയിൽ PK ഫിറോസ് മുസ്ലിം ലീഗിന് വേണ്ടി മത്സരിക്കുന്നു. സലീം മടവൂർ LDF, ഗിരി പാമ്പനാറാണ് BDJS-നാണ് അവിടെ NDA സീറ്റ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ഇവിടെ MK മുനീർ ആയിരുന്നു. 6344 അദ്ദേഹം ജയിച്ചു. ഇത്തവണ അദ്ദേഹത്തിന് ഒരു അനാരോഗ്യം വന്നു. അനാരോഗ്യം വരുന്നതിനെ തുടർന്ന് അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തത് PK ഫിറോസിനെ വെച്ചാണ്. PK ഫിറോസിനെ നമുക്കറിയുന്ന പോലെ യൂത്ത് ലീഗിന്റെ അധ്യക്ഷനാണ് അദ്ദേഹം. മാത്രമല്ല തിപ്പൊരു നേതാവാണ്, ജനകീയനാണ്, നാടിനെ അറിയാവുന്ന നേതാവാണ്, യങ് ആണ്. അങ്ങനെ കുറെ ഘടകങ്ങൾ PK ഫിറോസിനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PK ഫിറോസ് കഴിഞ്ഞ തവണ അവിടെ മലപ്പുറത്ത് പരാജയപ്പെട്ടതാണ്. അത് വളരെ നിസ്സാരമായ ഒരു വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. മലപ്പുറം ജില്ലയിൽ തവനൂരിൽ. അത് തിരിച്ചു പിടിക്കാൻ അദ്ദേഹത്തിന് വീണ്ടും ഒരു നിയമസഭയിലേക്ക് വരണം എന്ന്, ഒരു ജയത്തിലേക്ക് വരാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നത്. എന്തായാലും ഇത്തവണ കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളിയിലാണ് കിട്ടിയിരിക്കുന്നത്. സിറ്റിംഗ് സീറ്റ് കിട്ടി എന്നതാണ് ഇത്തവണ PK ഫിറോസിന് ഒരു ആനുകൂല്യമായുള്ളത്. സലീം മടവൂരിനെ LDF സ്ഥാനാർത്ഥി, ഇവിടെയും നമ്മൾ നേരത്തെ RJDക്ക് നേതാവാണ് സലീം മടവൂരെങ്കിൽ RJD സ്ഥാനാർത്ഥി ആയിട്ടല്ല അദ്ദേഹം മത്സരിക്കുന്നത്. അത് CPM തീരുമാനിച്ച ഒരു സ്ഥാനാർത്ഥിത്വമാണ്. ഗിരി പാമ്പനാൽ മത്സരിക്കുന്നു. എന്തായാലും ഇവിടെ മത്സരം സലീമും PK ഫിറോസും തമ്മിലാണ്. ഇവിടെ ഒരുപക്ഷെ PK ഫിറോസിനെ തോൽപ്പിക്കാൻ സാധിച്ചാൽ ഇത് ഇടതുപക്ഷത്ത് സലീം മടവൂരിന് അത് വലിയൊരു ഗ്രാഫായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഇതുവരെ കണ്ട ഒരു RJD നേതാവായ സലീം മടവൂർ ആയിരിക്കില്ല. കാരണം ഒരു സിറ്റിംഗ് മണ്ഡലം പിടിച്ചെടുക്കുന്ന ഒരു നേതാവിന് കിട്ടുന്ന ഒരു പരിവേഷം അത് ചെറുതായിരിക്കില്ല. എന്തായാലും കോഴിക്കോട് കൊടുവള്ളി നേരത്തെ ഇത്തരത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയൊക്കെ ഇറക്കി. കൊടുവള്ളി പലപ്പോഴും അത് UDFന്റെ കോട്ടയായി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ചില അവസരങ്ങളിൽ ജയിച്ചിട്ടുണ്ട് എന്നത്, അത് കാരാട്ട് റസാഖ് അടക്കമുള്ള ആളുകളെ ഉപയോഗിച്ച് ജയിച്ച ഒരു മണ്ഡലമാണ്. അത് തന്നെയാണ്, അതേ പരീക്ഷണമാണ് ഇവിടെ. ഒരു മലപ്പുറത്ത് പലപ്പോഴും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പരീക്ഷിക്കുന്നത് പോലെ CPM പരീക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് കൊടുവള്ളി. എന്തായാലും കൊടുവള്ളിയിലും ഇതാണ് സ്ഥിതി. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഇനി നേരെ തിരുവമ്പാടിയിലേക്ക് പോകാം. തിരുവമ്പാടിയിലേക്ക് വരുമ്പോഴും ലിൻഡോ ജോസഫ് CPMന്റെ സിറ്റിംഗ് MLA ആണ്. അദ്ദേഹം ജയിച്ച 4643 വോട്ടിന് ഭൂരിപക്ഷം. CK കാസിം മുസ്ലിം ലീഗിന് വേണ്ടി, സണ്ണി തോമസ് ജോഡിറ്റോരിക്ക് വേണ്ടി. തിരുവമ്പാടി മണ്ഡലം രജിസ്റ്റർ ചെയ്ത രണ്ട് ന്യൂനപക്ഷങ്ങൾ ചേർന്ന് ഭൂരിപക്ഷം ഉണ്ടാക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവമ്പാടി മണ്ഡലം. രണ്ടുപേർക്കും സ്വാധീനമുള്ള, ഇപ്പം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്, ജമാഅത്തെ ഇസ്ലാമി, AP വിഭാഗം, കാന്തപുരം എല്ലാവർക്കും സ്വാധീനമുള്ള തിരുവമ്പാടി. താമരശ്ശേരി അതിരൂപതയ്ക്ക് നല്ല സ്വാധീനമുള്ള തിരുവമ്പാടി. ആ തിരുവമ്പാടിയിൽ ഈ സമവാക്യങ്ങളൊക്കെയും ചേർന്ന് ഒരു വലിയ ഭൂരിപക്ഷം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ തിരുവമ്പാടി മണ്ഡലം. ആക്ച്വലി മണ്ഡല രൂപീകരണത്തിന് ശേഷം നടന്നത് 12 തിരഞ്ഞെടുപ്പ്, 12-ൽ 8 ജയിച്ചത് UDF ആണ്. UDF മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പായിട്ട് അവിടെ ഈ ഇടതുപക്ഷം ജയിച്ചു വരുന്നു, CPIM ജയിച്ചു വരുന്ന ഒരു മണ്ണ് കൂടിയാണ്. അപ്പോൾ ഇത്തവണ ലിൻഡോയ്ക്ക് അത് നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ്. പക്ഷേ ലിൻഡോ ജനകീയനാണ് അല്ലേ? മാത്രമല്ല 4000 കോടി രൂപയുടെ കിഫ്ബി വികസനമാണ് ലിൻഡോ തിരുവമ്പാടിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് മണ്ഡലത്തിന് ഏറ്റവും നിർണ്ണയിക്കുന്ന ഈ ഇരട്ടത്തുരങ്ക പാത അടക്കമുള്ള കാര്യങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ലിൻഡോ ഏതർത്ഥത്തിൽ അത് കൊണ്ടുവരും, ആ വോട്ട് കൊണ്ടുവരും എന്നത് വളരെ പ്രധാനമാണ്. സഭയുടെ പിന്തുണയുള്ളപ്പോൾ മാത്രമാണ് UDF ജയിച്ചിട്ടുള്ളത് എന്നത് കൂടി കാണണം. അതുകൊണ്ട് സഭാ വോട്ട് എങ്ങോട്ടേക്ക് പോകും എന്നത് ശ്രദ്ധേയമാണ്. 2020 സ്ഥാനാർത്ഥിയായി ഒരു സഭാവിശ്വാസി തന്നെ വരുന്നു എന്നതുകൂടി ഈ മണ്ഡലത്തെ നിർണ്ണയിക്കും.